UDF സർക്കാരിന്റെ വമ്പൻ വാഗ്ദാനമായിരുന്നു സ്ത്രീകൾക്ക് KSRTC ബസ്സിലെ സൗജന്യ യാത്ര. അധികാരത്തിലെത്തി ഒരു മാസത്തിനുള്ളിൽ പദ്ധതി നടപ്പാക്കാനും സർക്കാരിന് കഴിഞ്ഞു. സ്ത്രീകൾ ആവേശത്തോടെ ഏറ്റെടുത്ത പദ്ധതി മികച്ച രീതിയിൽ പുരോഗമിക്കുകയാണ്. പക്ഷേ ഈ സൗജന്യ യാത്രയിലെ ജാഗ്രത കുറവ് തുടർച്ചയായ അപകടങ്ങൾക്ക് വഴിയൊരുക്കുകയാണ്. തിക്കിയും തിരക്കിയും ബസ്സിൽ അള്ളിപ്പിടിച്ച് ജീവനും കയ്യിൽ പിടിച്ചാണ് പലരും യാത്ര ചെയ്യുന്നത്. ഈ അപകടങ്ങൾ എങ്ങനെ കുറയ്ക്കും? കൂടുതൽ സർവീസുകൾ അനിവാര്യമാണ്. അതിലേറെ പ്രധാനമാണ് ജനങ്ങളുടെ ജാഗ്രത. വിശദമായി തന്നെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കടക്കാം. സൗജന്യവും സുരക്ഷയും. അപകടങ്ങൾ കൂടുമ്പോൾ ആശങ്ക വർദ്ധിക്കുകയാണ്. തിരുവനന്തപുരം കല്ലറയിൽ പ്രിയദർശിനി ബസ്സിൽ നിന്ന് ഒരു വിദ്യാർത്ഥി തെറിച്ചു വീണു. വെഞ്ഞാറമൂട്ടിലേക്ക് പോവുകയായിരുന്ന പ്രിയദർശിനി ബസിന്റെ പുറകുവശത്തെ ഡോർ തുറന്നാണ് വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീണത്. താപസഗരി സ്വദേശി അൽ അമീനാണ് പരിക്കേറ്റത്. വിദ്യാർത്ഥിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സ്വാന്തന സാജു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി. സ്വാന്തന, ഈ പദ്ധതി വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ഈ തള്ളിക്കയറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നതാണ്. പക്ഷേ അപകടങ്ങൾ വർദ്ധിക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവതരമായി കാണേണ്ട ഒരു വിഷയമാണ്. ആളുകൾക്ക് ബസ്സിനകത്ത് നിൽക്കാൻ പോലും ഇടമില്ലാതെ പുറത്തേക്ക് തെറിച്ചു വീഴുന്ന അവസ്ഥയാണോ നമ്മൾ കാണുന്നത്? ഇപ്പോൾ ഈ വിദ്യാർത്ഥി പുറത്തേക്ക് തെറിച്ചു വീണതിന് പിന്നിൽ എന്താണ്? ഈ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ പ്രിയദർശിനി പദ്ധതി വലിയ ജനസ്വീകാര്യത നേടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിനുള്ളിലൊക്കെ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് രാവിലെ ഇത്തരത്തിലൊരു അപകടം തിരുവനന്തപുരം കല്ലറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് എന്ന് തന്നെയാണ് റോഷ്നി മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത്. കല്ലറ ഭാഗത്തു നിന്നും വെഞ്ഞാറമൂട്ടിലേക്ക് പോകുകയായിരുന്ന KSRTCയുടെ പ്രിയദർശിനി ബസ്സിൽ നിന്നാണ് ഇത്തരത്തിൽ 19 വയസ്സുകാരനായ കല്ലർ താപസഗിരി സ്വദേശിയായ അല്ലമീൻ തെറിച്ച് ബസ്സിൽ നിന്ന് വീണത്. ഈ വിദ്യാർത്ഥി വെഞ്ഞാറമൂടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പോളിടെക്നിക്ക് പഠിക്കുന്ന കുട്ടിയാണ്. രാവിലെ വീടിന്റെ ഭാഗത്തു നിന്നാണ് ഈ പ്രിയദർശിനി ബസ്സിൽ കയറിയത്. കോളേജിലേക്ക് പോകുന്നതിന് വേണ്ടി കയറിയതാണ്. പക്ഷേ വീടിന്റെ ഭാഗത്തു നിന്ന് കയറി കല്ലറ പഴയ ചന്ത എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്കും ഈ ബസ്സിന്റെ പുറകിലത്തെ വാതിൽ തുറന്ന് ഈ അല്ലമീൻ തെറിച്ച് റോഡിലേക്ക് വീഴുകയായിരുന്നു. സാരമായി തന്നെ അല്ലമീനെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലമീന്റെ തലയിലും അതുപോലെ തന്നെ കാലിലുമൊക്കെയാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ അവിടെ ബസ്സിലുണ്ടായിരുന്ന ആളുകൾക്ക് ചേർന്ന കല്ലറയിലെ തന്നെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടുന്ന് പ്രാഥമിക ചികിത്സയൊക്കെ നൽകിയ ശേഷം പിന്നീട് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് അല്ലമീൻ. ഈ ബസ്സിൽ വലിയ തിരക്ക് രാവിലെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് റോഷ്നി നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇരിക്കാനോ മറ്റു സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പുറകിലത്തെ ഡോറിന്റെ ഭാഗത്തായി നിൽക്കുകയായിരുന്നു. ഫുട്ബോളിന്റെ കുറച്ച് മുകളിലായി നിൽക്കുകയായിരുന്നു അല്ലമീൻ. അവിടെ നിന്നാണ് ഈ ഡോർ തുറന്ന് പുറത്തേക്ക് വീണത് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് 9 മണി സമയം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം റോഷ്നി, ഓഫീസും സ്കൂളിലും കോളേജിലും ഒക്കെ പോകുന്ന ആളുകൾ ഈ ബസ്സിന്റെ സൗകര്യം സ്വാഭാവികമായി ഉപയോഗിക്കും. അപ്പോൾ ആ സമയത്ത് ആ വഴി ഒരു ബസ്സാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ ചിലപ്പോൾ ആ സ്കൂളിന്റെ ഒക്കെ സമയത്ത് ചിലപ്പോൾ ഒരു പ്രിയദർശിനി ബസ് മാത്രമേ കാണുകയുള്ളൂ. മറ്റ് ബസ് സർവീസുകൾ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും ഈ ബസ്സിലേക്ക് വന്ന് കയറും. അത് വലിയ തിരക്കിന് കാരണമാക്കുന്നുണ്ട് പലയിടങ്ങളിലും. അപ്പോൾ അത് തന്നെയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്ലമീൻ ഇപ്പോൾ നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല. പക്ഷേ എന്നാലും തലയിലും അതുപോലെ തന്നെ കാലിലും സാരമായി അല്ലമീന് പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരവും. സാന്ദ്ര സാജു ആണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. അപ്പോ അപകടങ്ങൾ തുടർക്കഥയാണ് എന്ന് പറയുന്നതിന് നമുക്ക് കാരണങ്ങളുണ്ട്. നോക്കൂ, അടുത്ത ഒരു സംഭവത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്നലെ ആലപ്പുഴയിൽ